സ്പോർട്സ് വാർത്തകളിലേക്കാണ്. ശ്രീലങ്കൻ വനിതകൾക്കെതിരായ ഇന്ത്യയുടെ 4ാം T20 ഇന്ന് നടക്കും. രാത്രി 7-ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ 4-0 ലീഡ് ലക്ഷ്യമിട്ടാണ് ഹർമൻപ്രീത് കൗറും സംഘവും കളത്തിലെത്തുന്നത്. പരമ്പര പിടിച്ചതോടെ ടീം ഇന്ത്യക്കിനി കാര്യവട്ടത്ത് കൈക്കരുത്ത് കാട്ടാനുള്ള സമയം. കാര്യവട്ടത്തെ 8 വിക്കറ്റിന്റെ കരുത്തുറ്റ ജയത്തോടെ ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര ഇതിനോടകം നേടിക്കഴിഞ്ഞു ടീം ഇന്ത്യ. ഇനിയുള്ള ലക്ഷ്യം ഇതേ ഗ്രൗണ്ടിൽ നടക്കുന്ന 2 മത്സരങ്ങൾ കൂടി ജയിച്ച 5 മത്സര പരമ്പര തൂത്തുവാരുക. ആദ്യ 3 മത്സരങ്ങളിലും ഇന്ത്യക്ക് ചെറിയ വെല്ലുവിളി ഉയർത്താൻ പോലും ലങ്കൻ വനിതകൾക്കായിട്ടില്ല. ഷഫാലി വർമ്മയുടെ വെടിക്കെട്ട് ഫോമും ദീപ്തി ശർമ്മ അടക്കമുള്ള ബൗളർമാരുടെ സ്ഥിരതയാർന്ന പ്രകടനവുമാണ് ഇന്ത്യൻ കരുത്ത്. വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദനയുടെ ബാറ്റിൽ നിന്ന് പതിവ് റണ്ണൊഴുക്കില്ലെന്നത് മാത്രമാണ് ആകെയൊരു നിരാശ. ആദ്യ 3 മത്സരങ്ങളിൽ നിന്ന് 40 റൺസ് മാത്രം നേടിയ സ്മൃതി ഇന്ന് കത്തിക്കയറുമെന്ന് കരുതാം. അന്താരാഷ്ട്ര 2020-ൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത വനിതാ താരമെന്ന റെക്കോർഡിന് അരികെയാണ് ദീപ്തി ശർമ്മ. 151 വിക്കറ്റുമായി നിലവിൽ ഓസ്ട്രേലിയൻ താരം മേഗൻ ഷൂട്ടുമായി റെക്കോർഡ് പങ്കിടുകയാണ് ഇന്ത്യൻ ഓൾറൗണ്ടർ. പരമ്പര പിടിച്ചതോടെ ടീമിൽ പരീക്ഷണങ്ങൾക്കും ഇന്ത്യ മുതിർന്നേക്കും. ജി കമാലിനിക്ക് അരങ്ങേറ്റത്തിന് അവസരം കൊടുക്കുന്നതിനൊപ്പം ഹർലീൻ ഡിയോളും പ്ലേയിങ് 11-ൽ എത്തിയേക്കും. അതേസമയം ക്യാപ്റ്റൻ ചമരി അട്ടപ്പെട്ടു അടക്കമുള്ള ബാറ്റർമാരുടെ സ്ഥിരതയില്ലായ്മയും അത്ര പരിചയസമ്പന്നരല്ലാത്ത സ്ക്വാഡുമാണ് ലങ്കയുടെ പ്രശ്നം. ഇനിയുള്ള മത്സരങ്ങളിലെങ്കിലും ജയിച്ച മാനം കാക്കാൻ വമ്പൻ പ്രകടനം തന്നെ വേണം സന്ദർശകർക്ക്. ആധിപത്യം തുടരാൻ ടീം ഇന്ത്യ ആശ്വാസ ജയം മോഹിച്ച ലങ്ക, ഒരു സൂപ്പർ ക്രാക്കർ സൺഡേ മോഹിച്ച കാര്യവട്ടത്തെ ആരാധകരും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് സിറിലിനൊപ്പം അനിൽ വാസുദേവ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.